ഓപ്പറേഷൻ തൂഫാൻ ഒരാഴ്ച പിന്നിടുമ്പോൾ അറസ്റ്റായത് 1710 പേരാണ്. ഇതുവരെയായി 1586 ലഹരി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. അനന്തരം ഓപ്പറേഷൻ തൂഫാൻ പൊതുജനമാകെ കൈയടിക്കുന്ന ഒരു വലിയ ഓപ്പറേഷനാണ്. ഒരാഴ്ച പിന്നിടുമ്പോഴുള്ള ഈ കണക്ക്, അതിൻ്റെ വിശദാംശങ്ങൾ ഏത് നിലയിലാണ് ഇപ്പോൾ പോലീസും ആഭ്യന്തര വകുപ്പും പങ്കുവയ്ക്കുന്നത്? രതീഷ്, സംസ്ഥാനം ഒട്ടാകെ ലഹരിയിൽ നിന്ന് മുക്തമാവുക, പ്രത്യേകിച്ച് നമ്മളുടെ വിദ്യാർത്ഥികൾ, വിദ്യാലയങ്ങൾ ഒക്കെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ ഉടൻ തന്നെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. ജൂൺ 2-ാം തീയതി സ്കൂൾ തുറന്നതിൻ്റെ പിറ്റേ ദിവസം കോട്ടൺ ഹിൽ സ്കൂളിൽ, തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. ഇന്നലെ ഒരാഴ്ച പൂർത്തിയായി. ഈ ഒരാഴ്ച പിന്നിട്ട് കഴിയുമ്പോൾ മൊത്തം 1710 പേരാണ് ഈ മയക്കുമരുന്ന് കേസുകളിലായിട്ട് അറസ്റ്റായിരിക്കുന്നത്. മൊത്തം 1586 മയക്കുമരുന്ന് കേസുകൾ, ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 1 കിലോ 185 ഗ്രാം MDMA ഇതിനകം തന്നെ സംസ്ഥാനത്ത് നിന്നൊട്ടാകെ പിടിച്ചെടുത്തിട്ടുണ്ട്. 112 കിലോ കഞ്ചാവാണ് ഈ റെയ്ഡിൻ്റെ ഭാഗമായി ഈ ഒരാഴ്ച കൊണ്ട് സംസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്തത്. അതിനൊപ്പം തന്നെ നമ്മൾ കണ്ടതാണ് പ്രധാനപ്പെട്ട ചില ലഹരി വേട്ടകൾ. ഒന്ന്, തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഒരു ടെക്കി 1 ലക്ഷത്തിലധികം ശമ്പളം വാങ്ങിക്കുന്ന ഒരു IT ജീവനക്കാരൻ്റെ ഫ്ളാറ്റിൽ കഞ്ചാവ് ചെടികൾ വളർത്തുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. അത് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി പിടികൂടിയതാണ്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ മലപ്പുറം വളാഞ്ചേരിയിൽ 30 പെട്ടികളിലായി ബ്രൗൺ ഷുഗർ കടത്തിയത് പിടികൂടി. അതിനൊപ്പം തന്നെ നൈജീരിയൻ സ്വദേശികൾ, ഒരാളെ ബംഗളൂരുവിൽ പോയി അറസ്റ്റ് ചെയ്തു, മറ്റൊരാളെ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അങ്ങനെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള അറസ്റ്റുകളും റെയ്ഡുകളുമായി ആണ് നടത്തുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവിടെയുള്ള മയക്കുമരുന്ന് ഇങ്ങോട്ട് കടത്തിവിടുന്ന സോഴ്സുകളെ അത് കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയമാണ് എന്ന് തന്നെ പറയാം. വലിയ അറസ്റ്റും അത്രയധികം ലഹരി കേസുകളുമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1710 പേരാണ് ഒരാഴ്ചക്കിടയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി, ലഹരി വേട്ടയുടെ ഭാഗമായി പോലീസിന്റെ പിടിയിലായത്. 1586 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.